ഇനി ഈ പോലീസ് കംപ്ലയിൻസ് അതോറിറ്റിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സമീപകാലത്തൊന്നും പോലീസ് കംപ്ലയിൻസ് അതോറിറ്റിയുടെ നടപടി നമ്മൾ കണ്ടിട്ടില്ല. കസ്റ്റഡി മരണക്കേസിലെ ഇരകളുടെ കുടുംബങ്ങൾക്കും നീതിയില്ല. പോലീസ് മർദ്ദനത്തിനെതിരെ തെളിവ് സഹിതം പരാതി നൽകിയിട്ടും പോലീസ് കംപ്ലയിൻസ് അതോറിറ്റി നടപടിയെടുക്കുന്നില്ല. പോലീസ് കംപ്ലയിൻസ് അതോറിറ്റിക്കായി കോടികളാണ് സർക്കാർ ചെലവാക്കുന്നത്. ടി വി പ്രസാദ് ചേരുകയാണ്. ടി വി പ്രസാദ്, ഒരു വശത്ത് കോടികൾ ചെലവാക്കുന്നുണ്ട്. നോക്കുകുത്തി എന്നൊക്കെ പറയുകയാണെങ്കിൽ നോക്കുകുത്തിയെ കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഉപകാരങ്ങളൊക്കെ ഉണ്ട്, ചിലപ്പോൾ നല്ല ഉപകാരങ്ങളുണ്ട്. ഇപ്പോൾ പാടത്ത് കിളിയെ ഓടിക്കാനൊക്കെ നിർത്താം, അതുപോലെ തന്നെ വീടിന് കണ്ണുകൊള്ളാതിരിക്കാൻ വെക്കും. അങ്ങനെ നോക്കുകുത്തിയെ കൊണ്ട് ഉപകാരങ്ങളുണ്ട്. പക്ഷേ ഇതിനെ കൊണ്ട് ആ ഉപകാരം പോലും ഇല്ലല്ലോ. കഴിഞ്ഞ കുറേ കാലങ്ങളായി, അതായത് 2017 മുതലാണ് ഇപ്പോൾ നിലവിലുള്ള അധ്യക്ഷൻ ചുമതലയേൽക്കുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് 8 വർഷത്തിലേറെയായി കാര്യമായ ഒരു പ്രശ്നങ്ങളിലും, അതായത് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ പരാതികളിൽ കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഉള്ളതായി കേട്ടിട്ടേ ഇല്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നേരത്തെ നാരായണക്കുറുപ്പൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് 2-3 വർഷം മാത്രമാണ് പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയുടെ ചുമതലയിൽ ഉണ്ടായിരുന്നത്. ആ സമയത്തൊക്കെ നിരവധി പ്രധാനപ്പെട്ട കേസുകളിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായ പൊതുജനങ്ങളുടെ പരാതി അത് പരിഹരിക്കുകയും അതിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ നിലവിലുള്ള ചെയർമാൻ ഒരു തരത്തിലും സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടലും നടത്തുന്നില്ല എന്നുള്ളത് കൊണ്ടായിരിക്കണം ഒരുപക്ഷെ അദ്ദേഹത്തിന് തുടർച്ചയും ഉണ്ടായത്. ഇതിപ്പോൾ രണ്ടാമത്തെ സർക്കാരിൻ്റെ അവസാന കാലത്തും ആദ്യ സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയ അതേ ചെയർമാൻ ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട ഒരുപാട് കേസുകൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായി വന്നിട്ടും അതിലൊന്നും ഇടപെടാൻ കഴിയുന്നില്ല. അങ്ങനെ ഇടപെടാനുള്ള ഒരു സംവിധാനം നമുക്കില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം മാധ്യമങ്ങളോട് പറയുകയും ചെയ്ത്. എന്തായാലും പൊതുജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള പരാതി പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം എന്നുള്ളത് അത് പോലീസ് കംപ്ലയിൻസ് അതോറിറ്റിയാണ്. അതിൻ്റെ ചുമതലയുള്ള മുൻ ജസ്റ്റിസ് കൂടിയാണ് ഈ രീതിയിൽ ഒരു കൃത്യമായ ഒരു പരിഹാരം കിട്ടുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുകയും ചെയ്യാത്തത്. വിനീഷ്, ശരിക്കും പറഞ്ഞാൽ വെറുതെ ഒരു പോലീസ് കംപ്ലയിൻസ് അതോറിറ്റി. ടി വി പ്രസാദാണ് വിവരങ്ങൾ.